പ്രിയമുള്ളവരെ, വിഷയം കുമാരനാശാനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൻ്റെ 100-ാം വർഷത്തെക്കുറിച്ച്. കുമാരനാശാനെ കുറിച്ച് ഇന്ന് ഒരുപാട് മീറ്റിങ്ങുകൾ നടക്കുന്നു. ഇപ്പോൾ എനിക്ക് ഒരു വാട്സാപ്പിൽ ഒരു സന്ദേശം വന്ന് തിരുവനന്തപുരത്തൊരു മീറ്റിംഗ് ഉണ്ട്, അതിൽ പ്രമുഖന്മാർ പങ്കെടുക്കുന്നു. പക്ഷേ ഒരു വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, നമ്മളുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഈ 100 വർഷം കഴിഞ്ഞപ്പോൾ കുമാരനാശാൻ്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ വളരെ ബോധപൂർവമായ ഒരു തമസ്കരണം നടക്കും. ഈ അടുത്ത കാലത്ത് വളരെ പ്രമുഖനായ ഒരു സാഹിത്യകാരൻ, ഭരണകർത്താവ് പറയുകയാണ്, ഈ കുമാരനാശാൻ പുതിയ തലമുറയെ വല്ലാതെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ്. അത് ഇംഗ്ലീഷാണ് ഉപയോഗിച്ചത്. ചില വാക്കുകൾ ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കണമല്ലോ. ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ് കുമാരനാശാൻ. അദ്ദേഹം അങ്ങനെ വെറുതെ പറഞ്ഞു പോവുകയല്ല, അദ്ദേഹം അത് സമർത്ഥിച്ചു. കുമാരനാശാൻ എന്താണ് എഴുതിയിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ വചനങ്ങളിൽ നിന്ന് എന്താണ് നമ്മൾ ധരിക്കേണ്ടത്? പുതിയ തലമുറ എന്ത് ധരിക്കണം? അദ്ദേഹം ചൂടാവുകയാണ്, ഊർജ്ജസ്വലനാവുകയാണ്, അജിറ്റേറ്റഡ് ആവുകയാണ്. കരുതുപതികൾ ചെയ്യുക വയ്യ. ആശാന്റെ വരിയാണ്, പുതിയ തലമുറ വായിക്കേണ്ട വരിയാണ്. കരുതുപതിക ചെയ്യുക വയ്യ, ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം. പരമഹിതം അറിഞ്ഞുകൂടാ, അനുസ്ഥിരതയുമില്ല, ആർത്തിജന്യം ഈ നരത്തു. നെഗറ്റീവ് അല്ലേ? തീർത്തും നെഗറ്റീവ് അല്ലേ? അതിജന്യമോ ഈ നരത്തു? പുള്ളി കത്തി കയറുകയാണ്. അവനീ വാഴ്വ് കിനാവു കഷ്ടം. വേറൊന്നും ആശാന്റെ നമുക്കറിയാം, വീണപൂവ് ഏറ്റവും ആദ്യകാലത്ത് ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമായി മാറിയ വീണപൂവിലെ ആശാന്റെ ആ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അത് ഏത് പൂവാണെന്ന് പറഞ്ഞിട്ടില്ല. അത് ചെമ്പകമാണോ, പവിഴമല്ലിയാണോ, കനകാംബരമാണോ, ഏത് പൂവാണെന്ന് അദ്ദേഹം പറയുന്നില്ല. അതൊരു പെൺകുട്ടിയാണെന്ന് ചിലർ പറയുന്നു. അത് ജീവിതമാണ്, ജീവിതത്തിൻ്റെ യൗവനമാണ് എന്ന് ചിലർ പറയുന്നു. പക്ഷേ വീണപൂവ് ഏത് പൂവാണെന്ന് അദ്ദേഹം പറയാൻ പോയില്ല. അത് ഏത് പൂവാണെന്ന് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വീണപൂവിൻ്റെ അവസാനത്തെ വരിയല്ലേ അത്? കണ്ണേ മടങ്ങുക, കരിഞ്ഞും അലിഞ്ഞും ആശുമണ്ണാകും ഈ മലരു വിസ്മൃതമാകും ഇപ്പോൾ. എണ്ണീടുക ആർക്കും ഇതുതാൻ ഗതി, സത്യമെന്നു കണ്ണീരിനാൽ അവൻ ഈ വാഴ്വ് കിനാവു കഷ്ടം. ഈ പ്രപഞ്ച രഹസ്യത്തിൻ്റെ, പ്രപഞ്ച സത്യത്തിൻ്റെ, ശാശ്വത മൂല്യത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ദൃഷ്ടാന്തമായി അദ്ദേഹം എഴുതിയ നിത്യസുന്ദരമായ വരികളെ ഇദ്ദേഹം എടുത്തിട്ട് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നു, അവനി വാഴ്വ് കിനാവ് കഷ്ടമെന്ന്. ഈ ലോക ജീവിതം കിനാവ് പോലെയാണ്, കഷ്ടമാണെന്ന്. പക്ഷെ വള്ളത്തോൾ അങ്ങനെയല്ല. വള്ളത്തോൾ പിന്നെ എങ്ങനെയാണ്? വള്ളത്തോൾ പറയുന്നത് ചെറുപ്പക്കാർക്ക്, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവർക്ക് എല്ലാം ആവേശം കൊടുക്കുന്ന വരികളാണ് വള്ളത്തോളിൻ്റേത്. എന്നിട്ട് അദ്ദേഹം ഉദ്ധരിച്ചു, എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ നടക്കും, വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി വഹിച്ചു ഞാൻ. കണ്ടോ ആ മോട്ടിവേഷൻ? കണ്ടോ ആ പ്രചോദനം? കണ്ടോ അത് മനസ്സിൽ പകരുന്ന ആവേശം? കണ്ടോ ഉത്സാഹം? കണ്ടോ ഉന്മേഷം? കണ്ടോ ഊർജ്ജസ്വലത? കണ്ടോ? ഈ ഭാഗമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ആഘോഷങ്ങൾ നടത്തുമ്പോൾ ചർച്ച ചെയ്തു. ആശാൻ അങ്ങനെയായിരുന്നു. പുതിയ തലമുറയെ നിരാശയുടെ അഗാധതകളിൽ തള്ളിയിടുന്ന വിധത്തിലായിരുന്നു ആശാന്റെ വരികൾ. എത്ര ജീവിത സത്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ
ടീച്ചർ പറഞ്ഞല്ലോ, റെഡീമർ ബോട്ടിൽ, രക്ഷകൻ എന്ന കപടനാമത്തിൽ വന്ന ബോട്ടിൽ അദ്ദേഹത്തിന്റെ അവസാന യാത്ര, ജലയാത്ര നടത്തുമ്പോൾ ആരാധകർ ഓടിക്കൂടി. അദ്ദേഹത്തിന്റെ പുതിയ കൃതിയുടെ കയ്യെഴുത്ത് പ്രതി ഉണ്ടായിരുന്നു. പുതിയ കൃതി, അവസാനത്തെ കൃതി ഏതാണ്? കരുണ. കരുണയുടെ കയ്യെഴുത്ത് പ്രതി ഉണ്ടായിരുന്നു. കരുണയിൽ അദ്ദേഹം അതിമനോഹരമായ വൃത്തത്തിൽ, നദോന്നതയിൽ ആസ്വാദത്തെ അവതരിപ്പിച്ചുകൊണ്ട് അതിസുന്ദരിയായ മലയാള കാവ്യ സാഹിത്യത്തിലെ അതീവ സുന്ദരിയായ ആസ്വാദത്ത ഉത്തരമധുരാപുരിക്കുത്തരോപാന്തത്തിൽ വിസ്തൃത രാജവീഥിതൻ കിഴക്കരികിൽ കാളിമകാളും നഭസ് ഉമ്മവയ്ക്കും വെൺമനോജ്ഞമാളികയൊന്നതിൻ മലർമുറ്റത്തിൽ വ്യാളി മുഖം വെച്ചു തീർത്ത വളഞ്ഞ വാതിലാർ നകത്താളിരുന്നാൽ കാണാം ചെറുമതിനുള്ളിൽ ചിനിയ പൂങ്കുലകളാം പട്ടുതുങ്ങൽ ചുഴമൊരു പൊന്നശോകം വിടർത്തിയ കുടതൻ കീഴിൽ മസ്രണ ശിലാസനത്തിൻ ചരിഞ്ഞ പാർശ്വത്തിൽ തങ്കവിസ്മൃത സുരഭിയാളും ഉപധാനത്തിൽ മെല്ലയൊട്ട് ചാഞ്ഞ് ഇടത്തെ തുടക്കാമ്പിൽ കയറ്റിവെച്ച് ആസ്വദിച്ചിരിക്കുന്നു. നിതംബ ഗുരുതയാൽ താൻ നിലം വിടാൻ മടിക്കും ആ നിലയിൽ തങ്ങും ഈ ക്ഷോണീരഭദാനത്രേ വാസ്തവദത്താഖ്യയായ വാനസുന്ദരി മധുരാവാസികളിൽ അറിയാതിൽ അവളെയാരും. ഇതൊക്കെ കേട്ട് ബോട്ട് യാത്രക്കാർക്ക് വളരെ സന്തോഷമായിട്ട് ഹർഷനിങ്ങനെ മനോഹരമായിട്ട് അത് ചൊല്ലിക്കേൽപ്പിക്കുന്നു. ഞാനത് പറയാൻ വേണ്ടിയല്ല വാസ്തവത്തിലേക്ക് വന്നത്. അതിലൊരു വലിയ പ്രാപഞ്ചിക സത്യം അദ്ദേഹം പറയുന്നുണ്ട്. പ്രേമമേ നിൻ പേരു കേട്ടാൽ പേടിയാം, പ്രേമമേ നിൻ പേരു കേട്ടാൽ പേടിയാം, വഴിപിഴച്ച കാമ കിങ്കരർ ചെയ്യുന്ന കടുങ്കൈകളാൽ. ഈ അടുത്ത കാലത്ത് കഷായത്തിലൊഴിച്ചാണ് പ്രേമം പൂർണ്ണമാക്കിയത്. എന്താണ് ഒഴിച്ചതെന്നറിയാൻ. അപ്പോ ഇതെല്ലാം അദ്ദേഹം അന്നേ കണ്ട് എഴുതിയ ഒരു കവിയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം യോഗിമാരെ തന്റെ കവിതയിൽ അവതരിപ്പിക്കും. ആശാന്റെ സന്യാസിമാരും നായകന്മാരും ഒക്കെ വളരെ സുന്ദരന്മാർ. ഉൽഫുല്ല ബാലരവി പോലെ കാന്തിമാൻ ഒരു യോഗി, അല്ലേ? ഒരു യോഗി ബാലരവി പോലെ കാന്തിമാൻ. അദ്ദേഹം എവിടെയാ ഉള്ളത്? മഞ്ഞുമലയിൽ, നല്ല ഹൈമവത ഭൂവിൽ, ഒരു വിഭാതവേളയിൽ യോഗി ഏകനാണ്, ഉല്ലസിച്ചു ഏകൻ. ഉൽഫുല്ലബാലരവി പോലെ കാന്തിമാൻ. സന്യാസിമാര്, ഏതെങ്കിലും ഒരു സന്യാസി ഏകനായിട്ട് പോകുന്നുണ്ടോ? സന്യാസിമാര് സംഘമായിട്ടല്ലേ വരും. ഒരു സന്യാസിയുടെ കൂടെ ഒരുപാട് ആള് വരും. ഈ സന്യാസിക്ക് ഒറ്റയ്ക്കാണ് അദ്ദേഹത്തിന്, അനുയായികളില്ല, ആരുമില്ല, ആരാധകരില്ല, ഏകൻ. വാഹനമില്ല, വാഹന വ്യൂഹമില്ല, ഒറ്റയ്ക്ക്. പിന്നെ അദ്ദേഹത്തിന് ആകെ ഉള്ളത് നീണ്ട ജടയും നഖങ്ങളും. അങ്ങനെയുള്ള ഒരു സന്യാസിയെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോഴും ആ സന്യാസി സുന്ദരനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിജയസൂര്യനെ പോലെ, ബാലരവിയെ പോലെ, കാന്തിമാല. അദ്ദേഹത്തിൻ്റെ വേറൊരു സന്യാസി ആനന്ദഭിക്ഷുവാണ്. ആനന്ദഭിക്ഷു വന്ന് ജലം ചോദിച്ചപ്പോൾ തന്നെ മാതങ്കി എന്ന് പറയുന്ന പെൺകുട്ടി ആകെ പതറിപ്പോയി. അത് അദ്ദേഹത്തിൻ്റെ ജാതിയുടേതും അതിൽ ഉയർന്ന ജാതി ആയതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു ധവളിമ കൊണ്ടാണ്, പ്രകാശ ധവളിമ കൊണ്ടാണ്. അത് ആശാനം വ്യക്തമാക്കുന്നുണ്ട്, നേരിട്ടല്ല വ്യക്തമാക്കുന്നത്. അദ്ദേഹം പാരം വിസ്മയമാർന്നു. അദ്ദേഹം ഈ അവസാനം ജലം കൊടുക്കേണ്ട അവസ്ഥ വന്നു. ജലം ഒഴിച്ചു കൊടുക്കുമ്പോൾ പാരം വിസ്മയമാർന്നു വിസ്ഫാരിത നേത്രയായി തെല്ലു നിന്നു മൈക്കണ്ണിയാണ് എന്നാണ്. പിന്നെ തർക്കം പറഞ്ഞില്ല. ഈ ഇത്രയും പേഴ്സണാലിറ്റി ഉള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന്, സന്യാസി ആയിക്കോട്ടെ, അദ്ദേഹം വന്ന് തരൂ തരൂ ജലം തരൂ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ തർക്കം പറഞ്ഞില്ല തന്നെയാൾ. എന്തുകൊണ്ട്? കല്ലല്ല ഇരുമ്പല്ല അവൾ തൻ ഹൃദയം. അവളൊരു പെണ്ണാണ്, അടിസ്ഥാനപരമായ ഒരു പെണ്ണാണ്. അവളുടെ ഹൃദയം തരണിതമായി എന്നാണ് ആശാൻ പറയുന്നത്. അതുകൊണ്ടാണ് അത് കൊടുക്കുമ്പോൾ അവളിങ്ങനെ സ്തബ്ധയായി നിൽക്കുക. പാരം വിസ്മയമാർന്ന് വിസ്ഫാരിത നേത്രയായി തെല്ലു നിന്നു മൈക്കണ്ണിയാണ്. അപ്പോൾ ഭിക്ഷുവിന് രോഗം പിടികിട്ടി. ഇതൊന്നും ആരും പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നിയത് പറയുകയാണ്. ഭിക്ഷുവിന് രോഗം മനസ്സിലായിട്ട് അദ്ദേഹം പറഞ്ഞു, അവളിനി ആ വഴിക്ക് പോണ്ട എന്ന് വിചാരിച്ച് പറഞ്ഞു, പുണ്യശാലിനി. അങ്ങനെയാണ് വിളിച്ചത്, പുണ്യശാലിനി.
നീ പകർന്നിടും ഈ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. അവൾക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായെങ്കിൽ രാത്രി തന്നെ എഴുന്നേറ്റ് പോകില്ലായിരുന്നല്ലോ. അവൾക്കതൊന്നും പിടികിട്ടിയില്ല. സുഹൃതഹാരമൊന്നും അവൾക്ക് വേണ്ട. അവൾ അദ്ദേഹം എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച കാൽപ്പാടുകൾ പിന്നിട്ട് പോയി എന്നാണ്. പോലീസിലെടുക്കണ്ടായിരുന്നു. കാൽപ്പാടുകൾ പിന്നിട്ട് കറക്റ്റ് സ്ഥലത്തെത്തി. നമുക്ക് ഉപഗുപ്തനിലേക്ക് വരാം. ഉപഗുപ്തനെ കണ്ടിട്ട് അനുരാഗ ഹരിതയാകുന്നത് സാധാരണ ഒരു പെണ്ണല്ല. നേരത്തെ ഞാൻ പറഞ്ഞ വിശ്വമോഹിനിയായ അവരെ അന്വേഷിച്ച് ഒത്തിരി ആൾക്കാർ അവരെ തേടി വരികയാണ്, ഗണികയാണ്. അവരെ അന്വേഷിച്ച് ഒത്തിരി പേര് വരികയാണ്, ധാരാളം പേര്. എന്നിട്ടും ആ ഭിക്ഷുവിലാണ് അവളുടെ മനസ്സുടക്കിയത്. ആ ഭിക്ഷുവിനെ അവൾക്ക് വീണ്ടും കാണണം. അതിനുവേണ്ടി തോഴിമാരെ പറഞ്ഞയക്കുന്നു. തോഴിമാരെ പോയിട്ട് നിരാശാഭരിതയായി വരുന്നു. അപ്പോൾ അവൾ പറയും, വ്യർത്ഥമായി തോന്നുന്നു സഖി. എന്ത് പറഞ്ഞെന്ന് ചോദിക്കും. ആ പുള്ളി പറയുന്നു, ടൈമായില്ല, സമയമായില്ല, ഒട്ടും സമയമായില്ല, അങ്ങർക്കും സമയമില്ല എന്നൊക്കെ പറയുന്നു. എന്നിട്ട് നിരാശാഭരിതയായിപ്പോയി ഈ വാസ്തവത്ത് പറയും, വ്യർത്ഥമായി തോന്നുന്നു സഖി, അവൻ കാണാതെ എനിക്കുള്ള ഈ നൃത്തഗീതാദികളിലെ നൈപുണി പോലും. ഞാനിനി എന്തിനു നൃത്തം ചെയ്യണം? ഞാനിനി എന്തിന് അണിഞ്ഞൊരുങ്ങണം? ആ ഭിക്ഷു കാണാനില്ലല്ലോ. അതീവ സുന്ദരനായ ഭിക്ഷു എൻ്റെ അടുക്കൽ വരുന്നില്ല. അദ്ദേഹത്തിന് സമയമില്ലെങ്കിൽ, അതിൻ്റെ ടൈം ആയിട്ടില്ലെങ്കിൽ, വ്യർത്ഥമായി തോന്നുന്നു സഖി, അവൻ കാണാതെ എനിക്കുള്ള നൃത്തഗീതാദികളിലെ നൈപുണി പോലും. അർത്ഥഭാണ്ഡങ്ങൾ തൻ കനം കുറഞ്ഞു പോകുന്നത് വഴി. അർത്ഥഭാണ്ഡങ്ങൾ, പണക്കിഴികൾ. ഈ കാളവണ്ടിയിൽ ഒരു ചെട്ടിയാർ ഇടയ്ക്ക് വന്നിരുന്നു. ആ ചെട്ടിയാർ പണക്കിഴികൾ കൊണ്ട് എറിയുകയായിരുന്നു. പക്ഷേ അവൾ പറയുന്നു, അർത്ഥഭാണ്ഡങ്ങൾ തൻ കനം കുറഞ്ഞു പോകുന്നു തോഴി, ഈ തനു താങ്ങി തൻ വിലയിടിഞ്ഞിടുന്നു. അപ്പൊ അവിടെയും അയാൾ സുന്ദരനായിരുന്നു, യോഗി സുന്ദരനായിരുന്നു. കമനീയ കായകാന്തി കലരും ജനമിങ്ങനെ, കമനീ വിമുഖമായാൽ കഠിനമല്ലേ എന്നും ആശാൻ ചോദിച്ചു. അപ്പോൾ ആശാൻ അവിടെയെല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചത് കാഴ്ചപ്പാടിലുള്ള ബാഹ്യമായ സൗന്ദര്യത്തിനും അപ്പുറത്താണ് ഉദാത്തമായ സത്ത എന്നുള്ളതാണ്. എന്നിട്ട് ഈ വാസ്തവത്തെ അന്വേഷിച്ച് അവസാനം ചെല്ലുന്നുണ്ട്. അവസാനം ടൈമായെന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ അദ്ദേഹം ചെല്ലുമ്പോൾ വാസ്തവത്തിന്റെ അവയവങ്ങളൊന്നും യഥാസ്ഥാനത്തില്ല. ചരണ ശ്രവണാദികളൊക്കെ മുറിച്ച് പലയിടത്തായിട്ട് ഇട്ടിരിക്കുന്നു. പലയിടത്തായിട്ട് ഇട്ടപ്പോൾ ഉപഗുപ്തൻ വരുന്ന പാദപതന ശബ്ദം കേട്ടപ്പോൾ വാസ്തവത്തേക്ക് മനസ്സിലായി. വാസ്തവത്തെ തോഴിമാരോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഇലകൾ എടുത്ത് എൻ്റെ ഈ അവയവങ്ങളെല്ലാം മറയ്ക്കുക, അദ്ദേഹം വരുന്നുണ്ട്. അവിടെ ആശാൻ എഴുതുന്ന ഒരു വരിയുണ്ട്, മൃതിയിലും മഹിളമാർ മറക്കാമാനം. മൃതിയിലും മഹിളമാർ മറക്കാമാനം. ഏതോ ഒരു സാറ് പറഞ്ഞു കൊടുത്തു പോലും, മൃതിയിലും മഹിളമാർ മറക്കാമാനം. സാറിപ്പോൾ ഉണ്ടോ? എന്തായാലും ഈ വിധത്തിൽ ശാശ്വത മൂല്യങ്ങളെ കുറിച്ച് എഴുതിയ കവിയായിരുന്നു കൃപാനാശ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നായകന്മാരുടെ അടുത്ത് ഒരു നായിക പോകൂല, എൻ്റെ ദേഹധനമങ്ങ്, എൻ്റെ ജീവനങ്ങ്, പ്രാണനങ്ങ്, സർവമങ്ങ്, സ്വർഗമങ്ങ് എന്ന് പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അവരെയൊക്കെ നിരാകരിച്ചുകൊണ്ട് യഥാർത്ഥമായ ജീവിതത്തിൻ്റെ ആത്യന്തികമായ മൂല്യങ്ങളിലേക്ക് അവരെ നയിക്കാൻ പ്രാപ്തമായ കഥാസന്ദർഭങ്ങളും കഥാപ്രമേയങ്ങളും അവതരിപ്പിച്ച കവിയാണ് കുമാരനാശാൻ. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ഗർജിച്ച കവിയാണ് കുമാരനാശാൻ. അദ്ദേഹം ആശയഗംഭീരനാണ് എന്ന് പറയുമ്പോൾ തന്നെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി എഴുതി. ബാലരാമായണം ഇത്ര സിമ്പിളായിട്ടാണ് എഴുതിയത്. പണ്ട് കോസല രാജ്യത്തിൽ പേരെഴുന്നൊരയോധ്യയിൽ മന്നവന്മാർ വാണിരുന്നു മനുവിൻ തറവാട്ടുകാർ. കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഇപ്പോൾ ബാലസാഹിത്യം ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഈ ബാലസാഹിത്യം ബാലന് വേണ്ടിയുള്ളതും ബാലന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നതും അവന്റെ മനസ്സിനെ ഉദ്ധരിക്കുവാൻ പ്രാപ്തമാകുന്നതും ആണ്. അല്ലാതെ പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച
പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. അങ്ങനെ വൃത്തിയുള്ള പൂച്ച. എന്തൊക്കെ എഴുതുന്നതല്ലല്ലോ. അദ്ദേഹം എഴുതിയ ഒരു നിത്യസുന്ദരമായ ഒരു ബാലസാഹിത്യ കൃതിയാണ് അമ്മയും കുഞ്ഞും. അത് വളരെ ലളിത മലയാളത്തിലാണ്. അതിന്റെ ശീർഷകം അമ്മയും കുഞ്ഞെന്നല്ല, തള്ളയും കുഞ്ഞും എന്നാണ്. തള്ളയും കുഞ്ഞും. അവിടെ ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എന്ന് കുട്ടി പറയുമ്പോൾ, ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എന്ന് കുട്ടി അമ്മയോട് പറയുകയാണ്. പൂക്കളെല്ലാം പറന്നു പോകുന്നു, പൂക്കൾ ഇവിടെ ചെടിയിൽ നിൽക്കുന്നില്ല, വിട്ട് പറക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മ തിരുത്തി കൊടുക്കുകയാണ്. അമ്മയുടെ മനഃശാസ്ത്രമാണ് അവിടെ. ഏറ്റവും വലിയ പാഠശാല എന്ന് പറയുന്നത് അമ്മയുടെ കണ്ണുകളാണ് എന്ന് പറയും. കുട്ടി അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ, വലിയ കുട്ടിയല്ല, ചെറിയ കുട്ടി അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ കണ്ണുകളിൽ മിന്നി മറയുന്ന ഭാവഭേദങ്ങൾ അവൾ പഠിച്ചെടുക്കും. അമ്മയ്ക്കിപ്പോൾ ദേഷ്യമാണ്, അച്ഛൻ വരുന്നെന്ന് തോന്നുന്നു. അമ്മയ്ക്കിപ്പോൾ സന്തോഷമാണ്, വേറെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആവാഹിക്കുന്ന വിധത്തിലുള്ള അതിൻ്റെ മനഃശാസ്ത്രമാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയെ ശ്രദ്ധിക്കുന്ന, അമ്മയുടെ കണ്ണുകളെ ശ്രദ്ധിക്കുന്ന ആ അവസ്ഥയിൽ. അപ്പൊ അമ്മ തിരുത്തി കൊടുത്തു. പെറ്റി നിനക്കുണ്ണി ചൊല്ലാം നെൽ പൂമ്പാറ്റകളാണിവെല്ലാം. ഇതെല്ലാം പൂമ്പാറ്റകളാണ്, പൂക്കളല്ല. എന്തായാലും പൂവായാലും കൊള്ളാം, പൂമ്പാറ്റയായാലും കൊള്ളാം. മേൽക്കുമേലിങ്ങി പൊങ്ങി പെണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അമ്മ ശരി വെച്ചു, ശരിയാണ്, പൂമ്പാറ്റകൾക്ക് നല്ല ഭംഗിയുണ്ട്. അയ്യോ പോയി കൂടെ കളിപ്പാൻ അമ്മേ, വയ്യേ എനിക്ക് പറപ്പാൻ എന്ന് കുട്ടി കേഴുമ്പോൾ അതിൻ്റെ കൂടെ പോയി കളിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിക്കുമ്പോൾ അമ്മ സാന്ത്വനപ്പെടുത്തും. നോക്കണം, ഒരു ബാലസാഹിത്യ കൃതി എഴുതുമ്പോൾ ആ കുട്ടിയുടെയും അമ്മയുടെയും മനഃശാസ്ത്രത്തിലേക്ക്, മനസ്സിൻ്റെ ലോലമായ സ്പന്ദനങ്ങളിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുന്ന വിധം. ആവാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാഴുകില്ല എന്നോമലുണ്ണി. കുട്ടിയെ അല്പം ശാസിക്കുന്നു, എന്നാൽ ആശ്വസിപ്പിക്കുന്നു. ആദ്യത്തെ വരി ശാസനയുടേതാണ്. ആവാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാഴുകില്ല എന്നോമലുണ്ണി. പിച്ച നടന്ന് കളിക്കൂ നീ പിച്ച നടന്ന് കളിക്കുന്നില്ലേ? ഈ പിച്ചകമുണ്ടോ നടക്കൂ. നോക്ക്, പിച്ചകം അതേ നിലയാണ്. ഈ പിച്ചകമുണ്ടോ നടക്കൂ. അവിടെയാണ് റോബർട്ട് ഫ്രോസ്റ്റ് പറയും, ഈ കവിത എന്ന് പറയുന്നത് തുടക്കം രസകരമായിട്ടാവാം, ആഹ്ലാദകരമായിട്ടാവാം, പക്ഷേ ഒടുക്കം കവിത എന്ന് നിൽക്കുന്നത് വിവേകത്തിൻ്റെ തലങ്ങളിലായിരിക്കും, തിരിച്ചറിവിൻ്റെ തലങ്ങളിലായിരിക്കും. Poetry begins in delight and ends in wisdom എന്നാണ് അദ്ദേഹം പറയുന്നത്. ആശാൻ കവിത അവസാനിപ്പിക്കുന്നത്, കുട്ടി എന്താ ചോദിച്ചത്? ഇമ്മട്ടിലായതെന്നാൽ ഞാനൊരു ഉമ്മ തരാം അമ്മ ചൊന്നാൽ. അപ്പോൾ അമ്മ പറയുന്നു, കുഞ്ഞെ നാമിങ്ങറിയുവതൽപ്പം എല്ലാ മോമനെ ദൈവസങ്കല്പം. നമ്മൾ വളരെ കുറച്ചല്ലേ അറിയുന്നുള്ളൂ. എല്ലാം ഈശ്വര സങ്കല്പമാണ് എന്ന് പറയുന്ന പ്രാപഞ്ചിക സത്യത്തിലേക്ക് ഒരു കൊച്ചു കവിതയിലൂടെ പോലും ആശാന് കടന്നു ചെല്ലാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ഖണ്ഡകാവ്യമല്ല, കൊച്ചു വരികൾ. പൂക്കുന്നിതാമല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശുഖം, വായിക്കുന്ന വേലിക്ക് വർണ്ണങ്ങൾ പോവാൻ ചോക്കുന്നു കാണന്തി മേഘങ്ങൾ പോലെ എന്ന പ്രകൃതി വർണ്ണന നടത്തുമ്പോഴും എത്ര സുന്ദരമായ പദാവലികളിലാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. ഇന്ന് പ്രഭാഷകന്മാർക്ക് ആകെ കയ്യടി കിട്ടുന്നത് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണെന്ന് പറയുമ്പോഴാണ്. ഇവിടെ അതും കിട്ടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രകൃതിയുടെ, ജീവിതത്തിൻ്റെ, ഈ നശ്വരമായ വാഴ്വിൻ്റെ ആന്തരിക സത്യങ്ങളെ അവതരിപ്പിക്കുകയായിരുന്നു കുമാരനാശാൻ. അതിനൊന്നും മാറ്റമില്ല. ഹാ കാമ്യമാമി നഭസ്സിൽ, ഹാ കാമ്യമാമി നഭസ്സിൽ. നഭസ്സിൽ ആകാശത്തിൽ, അല്ലേ? ആകാശത്തിനൊക്കെ എത്ര വാക്കാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ എത്ര വാക്കുണ്ട് ആകാശത്തിന്? സ്കൈ, സ്കൈ ആൻഡ് സ്കൈ. പിന്നെ വെറ്റ് വെച്ച ആളുകൾ ഓരോന്ന് എടുത്തുകൊണ്ട് വരും, നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത സ്കൈയേ ഉള്ളൂ. പക്ഷേ ആകാശത്തിന് മലയാളത്തിൽ എത്ര വാക്കുകളാണ്? വാനമേ, ഗഗനമേ, വ്യോമമേ, സുരസിദ്ധസ്ഥാനമേ, നഭസ്സേ, അല്ലേ? വിഹായസേ. അപ്പോൾ ഹാ കാമ്യമാമി നഭസ്സി ഒരു കാർ കൊണ്ടൽ ചെന്ന് കയറുന്നു.
ആകാശം പ്രസന്നമാണ്, ആകാശം പ്രശാന്തമാണ്, ആകാശം പ്രക്ഷോഭിതമാണ്. പക്ഷെ അവിടെ ഇതേ കണ്ടോ, ഒരു കാർബൺ ചെന്ന് കയറുന്നു. എന്നിട്ടാണ് ആശാൻ പറയുന്നത്, ലോകമേ ജഡരത്തിൽ ഇല്ല ഏകാഗ്രത ഒരിടത്തിൽ. അതാണ് ലോക സ്വഭാവം. എത്ര ശാന്തമായിരിക്കുന്നിടത്തും പെട്ടെന്ന് സംഘർഷത്തിന്റെ കാറ്റ് വീശും. അപ്പോൾ ലോക ജീവിതം ആ മട്ടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രാപഞ്ചിക സത്യങ്ങളെയും അവതരിപ്പിച്ചുകൊണ്ട് മടയരില്ല ലോകത്തിൽ മുറയുരയ്ക്കാത്തതായി പടുപാർത്തൊന്നു പാടാത്ത കഴുതയില്ല. ഇങ്ങനെ ഓരോന്നിലും ആ മട്ടിൽ അവതരിപ്പിച്ച ആശാൻ ഒരിക്കലും ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുകയായിരുന്നില്ല. ചെറുപ്പക്കാരെ എന്നല്ല, മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം നേർവഴിയിലേക്ക് നയിച്ച നമ്മുടെ മഹാകവിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ചില മൂവ്മെന്റുകൾ, ചില നീക്കങ്ങൾ, മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യേണ്ട, അതിനെതിരെ പ്രതിരോധിക്കേണ്ട, പ്രതിഷേധിക്കേണ്ട മുഹൂർത്തമാകട്ടെ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധാപൂർവം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.